ക്രിസ്ത്യാനോ റൊണാൾഡോ, ലാമിൻ യമാൽ, ലിയോ മെസ്സി. കഴിഞ്ഞ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇവർക്ക് 3 പേർക്കാണ് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത്. ഇത് എന്താണ്? ഇത് ഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ലാമിൻ യമാലിന് നല്ല മാച്ചിലെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ലിയോ മെസ്സി ഒരു ഗോൾ, ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇവരെക്കാളും ബെസ്റ്റ് പെർഫോമൻസ് അന്ന് വേറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ ഡിയേഗോ കോസ്റ്റ അല്ലെങ്കിൽ റാഫേലിയാവോ ആയിരുന്നു കൂടുതൽ ഡിസർവിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തിൽ ലാമിൻ യമാലിനേക്കാൾ ഡിസർവിംഗ് ആയിരുന്നത് മിക്കൽ ഓയാർസബാൽ ആയിരുന്നു. അർജന്റീന വേഴ്സസ് കെബേർദെ മത്സരത്തിൽ മെസ്സിയേക്കാൾ എനിക്ക് കോൺട്രിബ്യൂഷൻസ് കൂടുതലായി തോന്നിയത് ലിസാൻഡ്രോ മാർട്ടിനസിൽ നിന്നാണ്. അപ്പോൾ ഇവർക്കായിരുന്നു ആക്ച്വലി ഇത് കിട്ടേണ്ടിരുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഫിഫ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാച്ചിലെ പെർഫോമൻസ്, അതായത് റേറ്റിംഗ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ മാത്രം നോക്കിയിട്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം മുതൽ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ എല്ലാ ആരാധകർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വോട്ടാണ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ ഒരു വോട്ടിംഗ് ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരത്തിനാണ് ഈ അവാർഡ് കിട്ടാനുള്ള സാധ്യത. ഇത് തീർത്തും മുമ്പത്തെ പോലെ ഒരു അൺഫെയർ ആയിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഒരു ബെറ്റർ ഡിസിഷൻ അല്ല. കാരണം ഇത് പക്ക ഒരു ഫാൻ ബേസ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റാർ വാല്യുള്ള പ്ലെയറിന് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നല്ല രീതിയിൽ എമർജിങ് ആയിട്ട് വരുന്ന പുതിയ പ്ലെയേഴ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ബാക്കിയുള്ള പ്ലെയേഴ്സിന് ഈ ഒരു അവാർഡ് കിട്ടാതെ, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയറിനുള്ളത് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്? അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.